നമസ്കാരം. ഇന്ത്യ സഖ്യത്തെ എതിർത്തുകൊണ്ട് നരേന്ദ്രമോദിക്കൊപ്പം നിന്ന ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പദവിയിൽ നിന്നും രാജിവെച്ച ഇന്ത്യയിലേക്ക് എത്തിയ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകുന്നതിനോട് അനുകൂല പ്രതികരണം നടത്തിയാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇപ്പോൾ രാജ്യത്തിന്റെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിനെയും രാഹുലിനെയും ഒക്കെ തഴഞ്ഞുകൊണ്ടാണ് മമതയുടെ ഈ തീരുമാനമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കേന്ദ്ര സർക്കാർ എന്ത് തീരുമാനമെടുത്താലും പൂർണ്ണമായി അതിനെ പിന്തുണയ്ക്കുമെന്നാണ് ഇപ്പോൾ മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്. രാജ്യത്ത് സമാധാനം നിലനിർത്താൻ ബംഗാളിലെ ജനങ്ങളോട് മമത അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. ഒരു തരത്തിലുള്ള കിംവദന്തികൾക്കും ശ്രദ്ധ കൊടുക്കരുത്, ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമാണെന്നും മമത എന്തായാലും പറഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ എന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾ അത് പിന്തുണയ്ക്കുമെന്നും മമത അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇന്ത്യ സഖ്യത്തെയൊക്കെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് നരേന്ദ്രമോദി അമിത്ഷായുടെയൊക്കെ ഒരു വാക്കിന്റെ മേൽ അല്ലെങ്കിൽ അവരുടെ ഒരു പിന്തുണ അവർ ഇപ്പോൾ കാണിക്കുന്നതിനെയൊക്കെ ഒരു പിന്തുണ അർപ്പിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ മമത രാഷ്ട്രീയം മറന്നുകൊണ്ട് BJPക്ക് അനുകൂലമായി ഒരു പ്രസ്താവന കൂടി നടത്തിയിരിക്കുന്നു എന്ന് വേണം ഇക്കാര്യത്തിൽ കരുതാൻ. നിലവിലെ പ്രശ്നത്തെ എങ്ങനെ സമീപിക്കണമെന്ന ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കുമെന്നും മമത പറയുകയാണ്. ബംഗാളിലോ രാജ്യത്തോ സമാധാനം തകർക്കുന്ന പ്രകോപനപരമായ അഭിപ്രായങ്ങൾ പറയുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളോട് ഇപ്പോൾ അഭ്യർത്ഥിക്കുന്നു എന്നുമാണ് മമത പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബംഗ്ലാദേശിൽ നടന്ന പ്രതിഷേധങ്ങളിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യം സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്നതിനാലാണ് ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിൽ വന്നതെന്നാണ് ഇപ്പോൾ മമതാ ബാനർജി പറയുന്നത്. പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശുമായി സാംസ്കാരികവും ഭാഷാപരവുമായ ബന്ധം പങ്കിടുന്ന ഒരു രാജ്യമാണ്. എത്രയും വേഗം സാധാരണ നിലയിലേക്ക് ഈ രാജ്യം മടങ്ങുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ വിഷയത്തിൽ ആവശ്യമെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി തീർച്ചയായും ഇടപെടുമെന്നും മമതാ ബാനർജി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ബംഗ്ലാദേശിന്റെ 1971 സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വിമുക്ത ഭടന്മാരുടെ ബന്ധുക്കൾക്ക് സർക്കാർ ജോലിയുടെ 30% സംവരണം ചെയ്ത വിവാദ കോട്ട സമ്പ്രദായം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭത്തിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ നടക്കുന്ന കലാപമായി മാറിയിരിക്കുന്നത്. സുപ്രീം കോടതി ഇടപെട്ട് സംവരണ കോട്ട വെട്ടിക്കുറച്ചതും തുടർ ചർച്ചയ്ക്കുള്ള ഷെയ്ഖ് ഹസീനയുടെ ക്ഷണം പ്രതിഷേധക്കാർ നിരാകരിക്കുകയും കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് ഇത് നയിക്കുകയും ചെയ്തു. സർക്കാരിന്റെ രാജിക്കായി ഒന്നിച്ച് രംഗത്തിറങ്ങുകയായിരുന്നു ജനം. പ്രധാനമന്ത്രിയുടെ രാജിയും സംവരണ പരിഷ്കരണ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമീപകാല അക്രമങ്ങളിൽ കൊല്ലപ്പെട്ടവർക്ക് നീതിയും ആവശ്യപ്പെട്ട് വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച നടത്തിയ മാർച്ച് ടു ധാക്കയാണ് വൻ കലാപമായി മാറിയത്. എന്നാൽ പ്രതിഷേധം നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നതോടെ ഷെയ്ഖ് ഹസീനയോട് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കാൻ സേനാ മേധാവി അന്ത്യശാസനം നൽകുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി പദം രാജിവെച്ച ഷെയ്ഖ് ഹസീനയും സഹോദരി ഷെയ്ഖ് റഹീനയും വിമാനമാർഗം ഇന്ത്യയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഏതായാലും ഇന്ത്യ അവർക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതമുള്ള സ്ഥലമാണ്. ഏറ്റവും നല്ല സുരക്ഷ ലോകത്തെവിടെയും കിട്ടാവുന്നത് വെച്ച് ഏറ്റവും വലിയ സുരക്ഷയായിരിക്കും നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് കിട്ടുന്നത് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്നത് എന്ന കാര്യം നമുക്ക് അടിവരയിട്ട് പറയേണ്ടതുണ്ട്. അതിന്റെ കൂടെയാണ് ഇപ്പോൾ ചേരിപ്പോര് നടക്കുന്നുവെങ്കിലും BJPയുമായി വലിയൊരു ചേരിപ്പോരിനിടയിലും ഇപ്പോൾ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഈ ഒരു തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ എന്ത് നടപടിയെടുത്താലും എന്ത് കാര്യമെടുത്താലും അതിന്റെ കൂടെ നിന്ന് തന്നെ ഞങ്ങൾ ഷെയ്ഖ് ഹസീനയെ കൂടെ നിർത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്. ഇത് ഇന്ത്യ സഖ്യത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന, ഇല്ലെങ്കിൽ അവിടെ തന്നെ ഒരു ചേരിപ്പോരുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയായി അല്ലെങ്കിൽ രാഷ്ട്രീയ വാക്കായി മാറുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്.